നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നി. കേരള PSC യുടെ 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറന്റ് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറിയായ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചാണ്. പാമ്പാടി ജോൺ ജോസഫ് കാലഘട്ടം നോക്കിയേ 1887 മുതൽ 1940 വരെ. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചതാരാണ്? പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചതാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ ആദ്യ സെക്രട്ടറിയാണ് പാമ്പാടി ജോൺ ജോസഫ്. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല എന്ന മുദ്രാവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവിതാംകൂർ ചേരമർ മഹാസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് മുദ്രാവാക്യം? ഗോത്രപരമായി സംഘടിക്കൂ, ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല എന്ന മുദ്രാവാക്യം തിരുവിതാംകൂർ ചേരമർ മഹാസഭയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ്. എന്താണ് സാധുജന ദൂതൻ? സാധുജന ദൂതൻ എന്ന പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പാമ്പാടി ജോൺ ജോസഫ്. ദളിതർക്ക് മറ്റുള്ളവർക്കൊപ്പം പൗരാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിനെ പാമ്പാടി ജോൺ ജോസഫ് നിവേദനം സമർപ്പിച്ച വർഷമാണ് 1935. ഒന്നും കൂടി നോക്കാം. ദളിതർക്ക് മറ്റുള്ളവർക്കൊപ്പമുള്ള പൗരാവകാശങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റിനെ പാമ്പാടി ജോൺ ജോസഫ് ഒരു നിവേദനം സമർപ്പിച്ചു. ഏത് വർഷം? 1935. ഐക്യനാട് വഴിക്ക് സ്വീകരണം സംഘടിപ്പിച്ചതാരാണ്? പാമ്പാടി ജോൺ ജോസഫ് ആണ്. ഐക്യനാട് വഴിക്ക് സ്വീകരണം സംഘടിപ്പിച്ചത് പാമ്പാടി ജോൺ ജോസഫ്. അടുത്തത് നമുക്ക് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന പൊയ്കേൽ യോഹന്നാനെ കുറിച്ച് നോക്കാം. പൊയ്കേൽ യോഹന്നാൻ കാലവർഷം നോക്കി 1879 മുതൽ 1939 വരെ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് പൊയ്കേൽ അപ്പച്ചൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് പൊയ്കേൽ അപ്പച്ചൻ. പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1909. 1909 പൊയ്കേൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന സംഘടന സ്ഥാപിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം എവിടെയാണ്? ഇരവിപ്പേരൂർ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനമാണ് ഇരവിപ്പേരൂർ. തിരുവല്ലയ്ക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്ഥലമാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ ഉപകേന്ദ്രമായിരുന്നത്? ഉദിയൻകുളങ്ങര. ഒന്ന് നോക്കിയേ. തിരുവല്ലയ്ക്ക് പുറമെ തിരുവനന്തപുരം ജില്ലയിലെ ഉദിയൻകുളങ്ങര എന്ന സ്ഥലമാണ് പ്രത്യക്ഷ രക്ഷ ദേവസഭയുടെ ഉപകേന്ദ്രമായിരുന്നത്. മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? പൊയ്കേൽ യോഹന്നാൻ. ഏത് ലഹളയ്ക്കായിരുന്നു? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാൻ. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? പൊയ്കേൽ യോഹന്നാൻ. ഏതൊക്കെ ലഹളയ്ക്കായിരുന്നു? മുണ്ടക്കയം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കേൽ യോഹന്നാൻ. വാകത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയതും പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാന്റെ യഥാർത്ഥ പേരാണ് കുമാരൻ. പൊയ്കേൽ യോഹന്നാന്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? കുമാരൻ. കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? പൊയ്കേൽ യോഹന്നാനെയാണ്. എന്താണ് കേരള നെപ്പോളിയൻ? കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് പൊയ്കേൽ യോഹന്നാനെയാണ്. തിരുവിതാംകൂറിൽ ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതാരാണ്? പൊയ്കേൽ യോഹന്നാനാണ്. തിരുവിതാംകൂറിൽ ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത് പൊയ്കേൽ യോഹന്നാൻ. നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. എവിടെ വെച്ച്? നെയ്യാറ്റിൻകരയിൽ വെച്ച്. നെയ്യാറ്റിൻകരയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ടുമുട്ടിയ സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് പൊയ്കേൽ യോഹന്നാൻ. ഒന്ന് നോക്കുക. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? പൊയ്കേൽ യോഹന്നാൻ. അടുത്തത് നമുക്ക് കേരള ലിംഗൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച് നോക്കാം.
പണ്ഡിറ്റ് കറുപ്പൻ 1885 മുതൽ 1938 വരെ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലമാണ് ചേരാനല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലമാണ് ചേരാനല്ലൂർ. കല്യാണദായിനി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. കല്യാണദായിനി സഭയുടെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ ബാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയ വർഷം 1910. 1910 പണ്ഡിറ്റ് കറുപ്പൻ ബാല സമുദായ പരിഷ്കരണി സഭയ്ക്ക് ബാലസമുദായ പരിഷ്കരണി സഭയ്ക്ക് രൂപം നൽകിയത്. കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പനെയായിരുന്നു. കൊച്ചിയിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. കേരള ലിംഗൻ എന്നറിയപ്പെട്ടത് ആരെയാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിംഗൻ എന്നറിയപ്പെട്ടത് പണ്ഡിറ്റ് കറുപ്പനെയാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമമാണ് ശങ്കരൻ. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചാരണം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രചാരണം നൽകാൻ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് ആചാരഭൂഷണം. ഉദ്യാന വിരുന്ന് രചിച്ചതാരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഉദ്യാന വിരുന്ന് രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അടുത്തത് നമുക്ക് PN പണിക്കരെ കുറിച്ച് നോക്കാം. 1909 മുതൽ 1995 വരെയാണ്. PN പണിക്കരെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നത്? വായനാ ദിനമായി ആചരിക്കുന്നത്. PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത്? വായനാ ദിനം. PN പണിക്കരുടെ പൂർണ്ണനാമമാണ് പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കരുടെ പൂർണ്ണനാമമാണ് പുതുവായിൽ നാരായണ പണിക്കർ. 1945 PN പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് വായിക്കുക വളരുക. 1945 PN പണിക്കർ സ്ഥാപിച്ച ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യമാണ് വായിക്കുക വളരുക. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? PN പണിക്കരാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? PN പണിക്കരാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ പേര് കേരള ഗ്രന്ഥശാല സംഘം എന്ന് മാറ്റിയ വർഷമാണ് 1956. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ പേര് എന്താക്കിയത്? കേരള ഗ്രന്ഥശാല സംഘം എന്ന് മാറ്റിയ വർഷം 1956. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനട ജാഥ നയിച്ചതാരാണ്? PN പണിക്കരാണ്. എന്ത് മുദ്രാവാക്യമായിരുന്നു? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ഉയർത്തി 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ കാൽനട ജാഥ നയിച്ചതാരാണ്? PN പണിക്കരാണ്. അടുത്തത് നമുക്ക് ഡോക്ടർ വേലുക്കുട്ടി അരയനെ കുറിച്ച് നോക്കാം. ഡോക്ടർ വേലുക്കുട്ടി അരയൻ കാലഘട്ടം നോക്കിയേ. 1894 മുതൽ 1961 വരെ. അരയ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് വേലുക്കുട്ടി അരയൻ. ചിരിമാസിക, സമാധാന മാസിക, ധർമ്മപോഷിണി മാസിക എന്നിവ ആരംഭിച്ചതാരാണ്? ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. ഏതൊക്കെ? ചിരിമാസിക, സമാധാന മാസിക, ധർമ്മപോഷിണി മാസിക എന്നിവയെല്ലാം ആരംഭിച്ചത് ഡോക്ടർ വേലുക്കുട്ടി അരയനാണ്. തിരുവിതാംകൂറിലെ മത്സ്യ വ്യവസായം എന്ന ലേഖന സമാഹാരം രചിച്ചതാരാണ്? വേലുക്കുട്ടി അരയൻ. തിരുവിതാംകൂറിലെ മത്സ്യ വ്യവസായം എന്ന ലേഖന സമാഹാരം രചിച്ചത് വേലുക്കുട്ടി അരയൻ. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിനെ സമർപ്പിച്ചതാരാണ്? വേലുക്കുട്ടി അരയനാണ്. 1952 ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കി തിരുക്കൊച്ചി സർക്കാരിന് സമർപ്പിച്ചത് വേലുക്കുട്ടി അരയനാണ്.
1917 വേലുക്കുട്ടി അരയൻ പുറത്തിറക്കിയ മാസികയാണ് അരയൻ. 1917 വേലുക്കുട്ടി അരയൻ പുറത്തിറക്കിയ മാസികയാണ് അരയൻ. ദീനയായ ദമയന്തി. എന്താണ്? ദീനയായ ദമയന്തി എന്ന പുസ്തകം രചിച്ചതാരാണ്? വേലുക്കുട്ടി അരയൻ. ദീനയായ ദമയന്തി എന്ന പുസ്തകം രചിച്ചതാരാണ്? വേലുക്കുട്ടി അരയൻ. അടുത്തത് നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് നോക്കാം. VT ഭട്ടതിരിപ്പാട് കാലഘട്ടം നോക്കിയേ, 1896 മുതൽ 1982 വരെ. കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായും എന്ന് പറഞ്ഞ നവോത്ഥാന നേതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. എന്താണ്? കരിങ്കല്ലിനെ കല്ലായി കാണുക, മനുഷ്യനെ മനുഷ്യനായും കാണുക എന്ന് പറഞ്ഞ നവോത്ഥാന നേതാവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നേതാവാണ് VT ഭട്ടതിരിപ്പാട്. മംഗളോദയത്തിന്റെ പ്രൂഫ് റീഡർ ആയിരുന്ന നവോത്ഥാന നേതാവാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ എടക്കുന്നിലാണ്. VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ചത് തൃശൂർ ജില്ലയിലെ എടക്കുന്നിലാണ്. VT ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണനാമമാണ് വെള്ളിത്തിരുത്തി താഴത്തുമനക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തി താഴത്തുമനക്കൽ രാമൻ ഭട്ടതിരിപ്പാട്. മിശ്ര വിവാഹത്തിന്റെ പ്രചരണാർത്ഥം VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. മിശ്ര വിവാഹത്തിന്റെ പ്രചരണാർത്ഥം VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. മിശ്ര വിവാഹത്തിന്റെ പ്രചരണാർത്ഥട്ടോ. എത്ര ദിവസം കൊണ്ടാണ് VT ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്? 38 ദിവസം കൊണ്ടാണ് VT ഭട്ടതിരിപ്പാട് യാചനയാത്ര പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് VT ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്ന ലഘുലേഖയുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. മാന്മാർക്ക് കൂട അക്ഷരാഭ്യാസം നേടിയ ശേഷം ഒരാൾ ആദ്യമായി വായിച്ച വാക്കുകളാണിത്. നമ്പൂതിരി സമുദായത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച ഈ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാട്. എന്താണ്? മാന്മാർക്ക് കൂട അക്ഷരാഭ്യാസം നേടിയ ശേഷം ഒരാൾ ആദ്യമായി വായിച്ച വാക്കുകളാണ്. ആരാണത്? VT ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ച VT ഭട്ടതിരിപ്പാട് അക്ഷരാഭ്യാസം നേടിയ ശേഷം വായിച്ച വാക്കുകളാണ് മാന്മാർക്ക് കുട. 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. 17-ാം വയസ്സിന് ശേഷം വിദ്യാഭ്യാസം നേടാൻ ആരംഭിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനെ കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട്. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനെ കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് VT ഭട്ടതിരിപ്പാട്. ആരുടെ വസതിയുടെ പേരായിരുന്നു രസിക സദനം? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിന്റെ വസതിയുടെ പേരാണ് രസിക സദനം. അടുത്തത് നമുക്ക് മലയാളി മെമ്മോറിയലിന്റെ ഉപജ്ഞാതാവായ GP പിള്ളയെ കുറിച്ച് നോക്കാം. ബാരിസ്റ്റർ GP പിള്ള 1864 മുതൽ 1903 വരെ. ഏത് പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ് GP പിള്ള 1892 നിയമിക്കപ്പെട്ടത്? മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന പത്രത്തിന്റെ പത്രാധിപരായിട്ടാണ് GP പിള്ള 1892 നിയമിക്കപ്പെട്ടത്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള മലയാളിയാണ് GP പിള്ള. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയിൻകീഴ് ഗോപാലകൃഷ്ണനാണ്. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി. GP പിള്ള മഹാത്മാഗാന്ധിക്ക് മാർഗദർശിയായ മലയാളി എന്ന പുസ്തകം രചിച്ചത് മലയിൻകീഴ് ഗോപാലകൃഷ്ണനാണ്. തിരുവിതാംകൂർ ഭരണത്തിന്റെ അനാശാസ പ്രവണതകളെ ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ മദ്രാസ് ടൈംസ് പത്രത്തിൽ വരച്ചു കാട്ടിയതാരാണ്?
GP പിള്ള. തിരുവിതാംകൂർ ഭരണത്തിന്റെ അനാശാസ പ്രവണതകളെ ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ മദ്രാസ് ടൈംസ് പത്രത്തിൽ വരച്ചു കാട്ടിയതാരാണ്? GP പിള്ള. ഏത് വർഷമാണ് GP പിള്ള ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്? 1889. 1889 GP പിള്ള ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. മലയാളി മെമ്മോറിയലിന്റെ ഉപജ്ഞാതാവാണ് GP പിള്ള. മലയാളി മെമ്മോറിയലിന്റെ ഉപജ്ഞാതാവാണ് GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഭാരവാഹിത്വം അതായത് സെക്രട്ടറി വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ് GP പിള്ള. ഏതു വർഷം? 1894. 1894 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഭാരവാഹിത്വം വഹിച്ച ആദ്യത്തെ തിരുവിതാംകൂർ സ്വദേശിയാണ് GP പിള്ള. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമുക്ക് അടുത്തത് നോക്കാം. സഹോദരൻ അയ്യപ്പൻ 1889 മുതൽ 1968 വരെ വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പൻ. വിദ്യാപോഷിണി എന്ന സംഘടന സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. അനാഥ കുട്ടികളെ ആശ്രയം നൽകി വളർത്താൻ ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. അനാഥ കുട്ടികളെ ആശ്രയം നൽകി വളർത്താൻ ആലുവയ്ക്കടുത്ത് ആനന്ദഭവനം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ പത്രത്തിന്റെ പ്രസിദ്ധീകരണം അവസാനിച്ച വർഷം 1956. സഹോദരൻ പത്രത്തിന്റെ പ്രസിദ്ധീകരണം അവസാനിച്ച വർഷമാണ് 1956. കൊച്ചി നിയമസഭയിൽ മരുമക്കത്തായം തീയ ബില്ല് അവതരിപ്പിച്ചതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. കൊച്ചി നിയമസഭയിൽ മരുമക്കത്തായം തീയ ബില്ല് അവതരിപ്പിച്ചത് സഹോദരൻ അയ്യപ്പൻ. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്താണ്? ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചതാണ് MK സാനു. സഹോദരൻ കെ അയ്യപ്പൻ എന്ന ജീവചരിത്രം രചിച്ചതാരാണ്? MK സാനു. കൊച്ചി രാജാവ് നൽകിയ വീരശൃംഖല 1962 ചൈനീസ് ആക്രമണം ഉണ്ടായ സമയത്ത് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. എന്താണ്? കൊച്ചി രാജാവ് നൽകിയ വീരശൃംഖല 1962 ചൈനീസ് ആക്രമണം ഉണ്ടായ സമയത്ത് 1962 ഒരു ചൈനീസ് ആക്രമണം ഉണ്ടായ സമയത്ത് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ജാതി രക്ഷാ സദഹനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതായിരുന്നു? സഹോദര സംഘമായിരുന്നു. ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. എന്താണ്? ജാതി വേണ്ട മതം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. അടുത്തത് നമുക്ക് കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നോക്കാം. ശ്രീനാരായണ ഗുരു 1856 മുതൽ 1928. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവങ്കോട്. ശ്രീനാരായണ ഗുരു അവസാനത്തെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കളവങ്കോട്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ചട്ടമ്പി സ്വാമികൾക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുചടങ്ങായ SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗം 1928 ജനുവരി 18 എവിടെ വെച്ചാണ് നടന്നത്? കോട്ടയത്ത് വെച്ചാണ്. ശ്രീനാരായണ ഗുരു ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുചടങ്ങായ SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗം 1928 ജനുവരി 18 കോട്ടയത്ത് വെച്ചാണ് നടന്നത്. എല്ലാത്തിനെയും യുക്തി കൊണ്ടളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്.
ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. എന്താണ് പറഞ്ഞത്? എല്ലാത്തിനെയും യുക്തി കൊണ്ടളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്. ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ശ്രീനാരായണ ഗുരു SNDP യോഗവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതായി കാണിച്ച് കത്തെഴുതിയതാർക്കാണ്? ഡോക്ടർ പൽപുവിനെയാണ്. ശ്രീനാരായണ ഗുരു SNDP യോഗവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുന്നതായിട്ട് കാണിച്ച് ഒരു കത്തെഴുതിയതാർക്കാണ്? ഡോക്ടർ പൽപുവിനെയാണ്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കാരമുക്ക്. ശ്രീനാരായണ ഗുരു ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കാരമുക്ക്. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചുള്ള ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിന് ആത്മീയോന്നതി ലഭിച്ചത് മരുത്വമലയിൽ വെച്ചാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യനാണ് ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കുഞ്ചു അയ്യപ്പൻ പിള്ള. ശിവലിംഗദാസ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കുഞ്ചു അയ്യപ്പൻ പിള്ള. SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തിരഞ്ഞെടുത്തത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. നമ്മളിത് മറ്റേ SNDP പഠിക്കുമ്പോ SNDP യോഗത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, SNDP യോഗത്തിന്റെ ആജീവനാന്ത അധ്യക്ഷനായി 1903 തെരഞ്ഞെടുത്തത് ശ്രീനാരായണ ഗുരുവിനെയാണ്. അടുത്തത് നമുക്ക് വാടപ്പുറം PK ഭാവയെ കുറിച്ച് നോക്കാം. വർഷം നോക്കിയ 1884 മുതൽ 1938 വരെ. കേരളത്തിൽ തൊഴിലാളികൾക്ക് ആദ്യമായി സഹകരണ സംഘം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാടപ്പുറം PK ഭാവ. കേരളത്തിൽ തൊഴിലാളികൾക്ക് ആദ്യമായി സഹകരണ സംഘം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാടപ്പുറം PK ഭാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാടപ്പുറം PK ഭാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാടപ്പുറം PK ഭാവ. തിരുവിതാംകൂറിൽ ആദ്യമായി തൊഴിലാളികളുടെ ഗൊരാവോ സംഘടിപ്പിച്ചതാരാണ്? വാടപ്പുറം PK ഭാവയാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി തൊഴിലാളികളുടെ ഗൊരാവോ സംഘടിപ്പിച്ചതാരാണ്? വാടപ്പുറം PK ഭാവയാണ്. ട്രാവങ്കൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? വാടപ്പുറം PK ഭാവ. ട്രാവങ്കൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് വാടപ്പുറം PK ഭാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് വാടപ്പുറം PK ഭാവ. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവാണ് വാടപ്പുറം PK ഭാവ. അടുത്തത് നമുക്ക് വാഗ്ഭടാനന്ദനെ കുറിച്ച് നോക്കാം. വാഗ്ഭടാനന്ദൻ 1885 മുതൽ 1939 വരെ. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണ്? വാഗ്ഭടാനന്ദൻ. എന്താണ്? നാലണ സൂക്ഷിക്കുന്നവൻ വേറൊരാളെ പട്ടിണിക്കിടുന്നു, അനവധി പണം സൂക്ഷിക്കുന്നവൻ അനവധി ജനങ്ങളെ പട്ടിണിക്കിടുന്നു. ആരുടെ വാക്കുകളാണ്? വാഗ്ഭടാനന്ദൻ. സമുദായ മത നവീകരണത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാരെ? വാഗ്ഭടാനന്ദൻ. സമുദായ മത നവീകരണത്തിനെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച കേരളത്തിലെ നവോത്ഥാന നായകനാണ് നമ്മുടെ വാഗ്ഭടാനന്ദൻ. ആധ്യാത്മ യുദ്ധം എന്ന കൃതിയിൽ വാഗ്ഭടാനന്ദൻ ആരുടെ ആശയങ്ങളെയാണ് ഖണ്ഡിക്കുന്നത്? ബ്രഹ്മാനന്ദ ശിവയോഗി. ആധ്യാത്മ യുദ്ധം എന്ന കൃതിയിൽ വാഗ്ഭടാനന്ദൻ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങളെയാണ് ഖണ്ഡിക്കുന്നത്. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്.
ഋഷീശ്വര ഭാരതത്തിന്റെ സന്ദേശമാണത് എന്ന് പറഞ്ഞതാരാണ്? വാഗ്ഭടാനന്ദൻ. ഒന്നും കൂടി നോക്കാം നമുക്ക്. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിന്റെ സന്ദേശമാണത് എന്ന് പറഞ്ഞതാരാണ്? വാഗ്ഭടാനന്ദൻ. മലബാറിലെ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. മലബാറിൽ കർഷക സംഘം രൂപവൽക്കരിക്കുന്നതിന് പ്രചോദനം നൽകിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന കാർഷിക ബാങ്ക് സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദൻ. ഉണരുവിൻ അഖിലേഷ്യനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ ഏത് പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ കേരളം. എന്താണ്? ഉണരുവിൻ അഖിലേഷ്യനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ. ഇത് അഭിനവ കേരളം എന്ന പത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നവോത്ഥാന നായകന്മാരെ കുറിച്ചുള്ള വിഷയം പൂർണ്ണമായിട്ടില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി ഭാഗം കൂടി നോക്കാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.